ദേശത്തെ തച്ചന്മാരുടെയും പെരുവണ്ണാന്മാരുടെയും കരവിരുതും തച്ചുശാസ്ത്രവും ഒത്തുചേർന്നപ്പോൾ കുതിരവേലയ്ക്കെത്തിയ ആയിരങ്ങൾക്ക് വിസ്മയമുണർത്തുന്ന വർണ്ണക്കാഴ്ചയായി. വേലൂർ മണിമലർക്കാവ് കുതിരവേലയിൽ തച്ചുശാസ്ത്രത്തിന്റെ അതിനൂതനമായ സങ്കേതങ്ങൾ നിറഞ്ഞ ശില്പചാതുര്യത്തിന്റെ നേർക്കാഴ്ചയായ തിരിക്കുതിരകൾ പുതുതലമുറയ്ക്ക് നൽകുന്നത് ഗണിതശാസ്ത്രവും കൊത്തുപണിയും ഒത്തുചേർന്ന വേലൂരിന്റെ തനതായ ശില്പചരിത കൂടിയാണ്. പണ്ടുകാലത്ത് ദേശത്തെ കഴിവു തെളിയിച്ച തച്ചന്മാരാണ് കുതിരവേലയിലെ കുതിരകൾക്ക് രൂപകൽപ്പന നടത്തിയത്. തച്ചുശാസ്ത്രത്തിന്റെ അനുഭവ പാഠങ്ങളുടെ നേർസാക്ഷ്യമാണ് ഈ തിരിക്കുതിരകൾ. ഇത് നിർമ്മിച്ച തച്ചന്മാരാരും സ്കൂളിൽ പോയി ഗണിതശാസ്ത്രത്തിൽ സാധ്യതകൾ പഠിച്ചവരല്ല. അനുഭവമാണ് ഇവർക്ക് ഗുരുവായി തീർന്നത്. അതുകൊണ്ടുതന്നെ വേലയ്ക്ക് കുതിരയെ നിർമ്മിക്കുന്നതിൽ ദേശത്തെ പ്രധാന ആശാരിമാരാണ് പങ്കുവഹിക്കുക. 30 അടിയിലധികം നീളമുള്ള 3 തേക്കിൻ തണ്ടിലാണ് 4 അടിയോളം ഉയരത്തിൽ കുതിരയെയും പടയാളികളെയും ചുറ്റുഗോപുരവും അലങ്കാരങ്ങളും ഇവർ തീർത്തിരിക്കുന്നത്. കിടക്കുന്ന രീതിയിൽ ആദ്യം ഘടിപ്പിക്കുന്ന കുതിരയെ എഴുന്നള്ളിപ്പിന്റെ സമയങ്ങളിൽ 2 അടിയോളം ഉയരത്തിൽ എഴുന്നേൽപ്പിച്ച് നിർത്താനുള്ള സംവിധാനവുമുണ്ട്. കുതിര കാലുകൾക്കും ചുറ്റുഗോപുരങ്ങൾക്കും ആഭരണ ആടയാടകൾക്കും നൂറ്റാണ്ടിന്റെ പഴക്കമാണുള്ളത്. ഇവയൊക്കെയും കൊത്തുപണികളിൽ സമ്പന്നമാണ്. ചിത്രപ്പണി ചെയ്ത മരത്തിലുള്ള കുതിരത്തലയും ഏറെ ആകർഷണീയമാണ്. കനം കുറഞ്ഞ മുളം തണ്ടുകളിൽ കയർ ചുറ്റി നിർമ്മിച്ച കുതിരയുടെ ആകൃതിക്കുള്ളിൽ പട്ടു ചുറ്റുന്നത് ദേശത്തെ അവകാശമുള്ള പെരുവണ്ണാന്മാരാണ്. വെങ്ങിലശ്ശേരി അമ്പലക്കുതിര, വേലൂർ ദേശക്കുതിര എന്നീ തിരിക്കുതിരകളാണ് വേലയ്ക്കെത്തുന്നത്. തല മുകളിലേക്കും താഴേക്കും ചലിക്കുന്ന രീതിയിൽ തലയാട്ടുന്ന തിരിക്കുതിരകൾ വേലൂർ മണിമലർക്കാവ് കുതിരവേലയ്ക്ക് മാത്രമാണ് കാണാനാവുക. രാജഭരണകാലത്ത് രാജഭക്തി പ്രകടമാക്കുന്നതിനാണ് വേലൂർ, വെങ്ങിലശ്ശേരി എന്നീ ദേശങ്ങളിൽ തിരിക്കുതിരകളെ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തിരിക്കുതിരകളുടെ ഗോപുര പലകകളിൽ പാലാഴിമഥനവും അംഗത്തിനു പുറപ്പെടുന്ന പടയാളികളുടെ പ്രതിമകളും രാജ്യകന്യകയുടെ പല്ലക്ക് യാത്രയും കൊത്തിവെച്ചിട്ടുണ്ട്. കുമിഴ്, കുങ്കുമം എന്നീ മരങ്ങളാണ് കൊത്തുപണിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മാസങ്ങളോളം ഔഷധക്കൂട്ടിട്ട എണ്ണത്തോണിയിൽ ഇട്ടുവെച്ചതിനു ശേഷമാണ് കൊത്തുപണികൾ നടത്തിയതെന്ന് പറയപ്പെടുന്നു. 30 അടിയിലധികം നീളമുള്ള തേക്കിന്റെ മരത്തിൽ കടഞ്ഞെടുത്ത തണ്ടുകളിൽ തേക്കിൻ പലകകൾ നിരത്തിയുറപ്പിച്ച ശേഷം ഇതിന് മധ്യത്തിൽ മരത്തിലുള്ള അച്ചുതണ്ടിലാണ് കുതിരയെ ഉറപ്പിക്കുന്നത്. പലകകളിൽ മരചക്രങ്ങൾ ഘടിപ്പിച്ച് കുതിരയെ ഉറപ്പിച്ച അച്ചുതണ്ടുമായി ബന്ധിപ്പിക്കുന്നു. അച്ചുതണ്ട് തിരിക്കുന്നതോടെ കുതിരയും തണ്ടുകളിൽ തിരിയാൻ തുടങ്ങും. കുതിരയ്ക്കു മുന്നിലുള്ള പാവകൾ എന്നറിയപ്പെടുന്ന പടയാളികളും ചെറുകുതിരയും ദേശക്കുതിരയ്ക്ക് അഴകും സംരക്ഷണവുമാണ് നൽകുന്നത്. നൂറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും ഇന്നും അതേ രീതിയിൽ രൂപത്തിൽ മാറ്റമുണ്ടാകാതെ ഈ കുതിരകൾ ഇപ്പോഴും വേലയ്ക്കെത്തുന്നത് നിർമ്മാണത്തിലെ സവിശേഷത ഒന്നുകൊണ്ടു മാത്രമാണ്.